ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണീയം, ശ്രീമന്നാരായണീയം, 11ാമത്തെ ദശകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്യുലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുതമന്ദിരേശ മനോജ്ഞനൈശ്രേയസകാനനാദ്യൈർ അനേകവാപീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തോജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവൽപ്രേരണയൈവ ഭൂമൻ വൈകുണ്ഠലോകാനുചിതപ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തോ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തി ദിനേമതുസ്താൻ തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ പ്രസാദ്യ ഗിർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദി തുദീയഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ ഹിരണ്യപൂർവകശിപുഃ കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്ധോ തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാക്ഷ്മാം സലിലേ നിമജ്ജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ തതോ ജലേശാൽ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുദാലയേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ ഈ 11ാമത്തെ ദശകത്തില് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ജനനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഈ ദശകത്തിലെ ഉള്ളടക്കം. ക്രമേണ സർഗേ പരിവർദ്ധമാനെ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ കണ്ടു, 10 തരത്തിലുള്ള സൃഷ്ടി വൈഭവങ്ങളെയൊക്കെ കണ്ടു. ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി അങ്ങനെ ക്രമേണ ഈ സൃഷ്ടികളെ മെല്ലെ മെല്ലെ പരിവർദ്ധിച്ചു വന്നു. അപ്പോൾ കഥാപി ദിവ്യ സനകാദയസ്തെ, ആ സനകാദയൻ തുടങ്ങിയവരൊക്കെ ആ വൈകുണ്ഠലോകത്തിൽ, അതായത് സനകാദികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, അവർക്കൊന്നും ഒരു ഒട്ടലുമില്ലാത്തവരാണ് ഈ ലോകത്തോട്. അങ്ങനെ അങ്ങയുടെ ലോകത്തിലെ അതായത് വികുണ്ഠതയില്ലാത്ത ലോകമാണ് വൈകുണ്ഠം. അവിടെ ആ മാരുത മന്ദിരേശ അങ്ങിരിക്കല്ലേ, ഒരു കവലയും ഇല്ലാതെ ഒരു വികുണ്ഠതയും ഇല്ലാതിരിക്കുന്ന അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ സൃഷ്ടി വർദ്ധിച്ചു. അങ്ങനെ സനകാദികളൊക്കെ ഉണ്ടായി. മനോജ്ഞനൈ ശ്രേയസ കാനനാദ്യേ അനേകവാപീ മണിമന്ദിരേശ. ആ വൈകുണ്ഠ ലോകത്ത് ഈ സനകാദികളൊക്കെ ഒരു ദിവസം വൈകുണ്ഠ ലോകത്തിലേക്ക് ചെല്ലാണ്. സൃഷ്ടി വർദ്ധിച്ചതിന് ശേഷം ഉണ്ടായ കഥയാണ്. അങ്ങനെ ആ ഭഗവാന്റെ മനോജ്ഞമായിട്ടുള്ള നൈശ്രേയസം എന്ന് പറയുന്ന ഉപവനത്തോടു കൂടിയിട്ടുള്ള അനേകവാപി, അനേകം കുളങ്ങളും കിണറും, അതായത് നല്ല ഭംഗിയുള്ള തടാകങ്ങളൊക്കെ ആയിട്ടുള്ള മണിമന്ദിരത്തിൽ നിറയാതെ വൈകുണ്ഠത്തിന്റെ വർണ്ണനയാണ് അവിടെ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വൈകുണ്ഠവും കൈലാസമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ വൈകുണ്ഠ ലോകത്തിനെ അതിന്റെ ഭംഗിയെ പറയുക, അനോപം, അതിനോട് ഉപമിക്കാൻ വേറെ യാതൊന്നുമില്ല. അങ്ങയുടെ ആ നികേതം, ഭവതോ നികേതം, അങ്ങയുടെ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷിയ. ഈ മുനീശ്വരന്മാർ അങ്ങയുടെ ആ കൊട്ടാരത്തിലേക്ക്, അങ്ങയുടെ നൈശ്രേയസം എന്ന് പറയുന്ന ഉപവനം ത്തോടു കൂടിയിട്ടുള്ള കുളങ്ങളും തടാകങ്ങളൊക്കെ ആയിട്ടുള്ള ആ അങ്ങയുടെ രാജധാനിയിലേക്ക് വരികയാണ്. അവിടെ അതായത് പ്രാപുഹു പറഞ്ഞാൽ പ്രാപിച്ചു അവിടേക്ക്. അതീത കക്ഷിയ എന്ന് പറഞ്ഞാൽ, കക്ഷിയ പറഞ്ഞാൽ കവാടം എന്ന് അർത്ഥമുണ്ട്, റൂമ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓരോ 7 ഇത് കടന്നിട്ട് വേണം ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് എത്താമെന്നാണ് പറയുക. 6 കഴിഞ്ഞ് 7 വാതിലും കഴിഞ്ഞിട്ട് വേണം
ഓരോ വാതില് കടന്ന് ഉള്ളിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്ന ഒരു ഭാവമാണ് നമുക്ക്. ആ ഓരോ ചക്രങ്ങളെ കടന്നു പോയി അങ്ങനെ ആ ഓരോരോ കക്ഷിയാ പറഞ്ഞാൽ അതങ്ങനെയൊക്കെ കടന്ന് ഈ മുനീശ്വരന്മാർ ചെന്നു. ഭവത് അങ്ങയെ കണ്ടു. ദിദൃക്ഷൂൻ ഭവനം വിവക്ഷുൻ അങ്ങിരിക്കുന്ന ആ ഭവനത്തിലെത്തി. അങ്ങനെ ദ്വാസ്തൗ അവിടെ രണ്ടുപേര് ജയസ്ഥാൻ വിജയോപ്യ അരുന്ധാം ഇവിടെ രണ്ടുപേര് കാവല് നിൽക്കുന്നത് ജയവിജയന്മാര്. അവര് തേഷാംച ചിത്തേ പദമാപകോപ ഇവര് സമ്മതം ചോദിക്കാതെ ഇതുവരെയും കടന്നു വന്നത് കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു എന്നാണ് ഇവരോട്. സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ ഇവർക്ക് ദേഷ്യം വരാൻ പാടില്ല. ശരിക്കും അവർ കാവൽക്കാരാണ്. അങ്ങനെ അവരോട് പെർമിഷൻ ചോദിക്കാതെ പോവാൻ സനകാദികളും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഭഗവാന്റെ സങ്കല്പം ആർക്കറിയാം അല്ലേ? അതുകൊണ്ട് അത് ഭഗവാന്റെ സങ്കല്പമാണെന്ന് പറയാം. ഇവർക്ക് ദേഷ്യം വരുന്നതും ഇവർ കടന്നു ചെല്ലുന്നതും അവർ തമ്മിലുള്ള ആ പരാക്രമമൊക്കെ ഭഗവാന്റെ സങ്കല്പമല്ലാതെ ഇവർക്കൊന്നും ദേഷ്യം വരാൻ പാടില്ലാത്തവരാണ് സനകാദികളൊക്കെ. ജയവിജയന്മാരും ഭഗവാന്റെ ഭൃത്യന്മാരായി നിൽക്കുന്നവർക്ക് ദേഷ്യം വന്നാൽ പിന്നെ നമ്മളെപ്പോലുള്ളവരുടെ കാര്യം എന്താ അല്ലേ? വൈകുണ്ഠ ലോകാനുചിത പ്രചേഷ്ടവും വൈകുണ്ഠ ലോകത്തിന് ഉചിതമല്ലാത്ത പ്രചേഷ്ടകൾ ഇവർ കാണിച്ചു എന്നാണ്. അതായത് ദേഷ്യമൊന്നും അവിടെ വികുണ്ഠത ഇല്ലാത്ത ലോകത്തെ എങ്ങനെ കാമത്തിനും ക്രോധത്തിനൊക്കെ എന്താ സ്ഥാനം എന്നാ പറയുന്നത്. അങ്ങനെയുള്ളടത്ത് ഇവർക്ക് ദേഷ്യം വന്നു. കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം അങ്ങനെ കഷ്ടം എന്നേ പറയാളൂ. ഇവർക്ക് രണ്ടുപേർക്കും ദൈത്യഗതിയാണ് കിട്ടിയതെന്നാണ്. ഈ ദേഷ്യം കാരണം ഇവർ അസുരജന്മകളായി പോട്ടെ എന്നുള്ളൊരു ശാപം. ഇതിപ്രശപ്തവും അങ്ങനെ ശാപം കിട്ടി. ഔ ഔ എന്ന് ഇവിടെ കഷ്ടൗ പ്രശപ്തൗ പ്രചേഷ്ടൗ തൗ എന്നൊക്കെ കാണാം നമുക്ക്. അതെന്താ അർത്ഥം? രണ്ടുപേരെ കുറിക്കുന്ന സംസ്കൃതത്തിലെ ഔ ഔ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ രണ്ടുപേരെ കുറിക്കുന്ന. അങ്ങേ ആശ്രയിച്ച അങ്ങേ ആശ്രയിച്ചിരിക്കുന്ന ഈ ജയവിജയന്മാർക്ക് ഭൃത്യന്മാര് സ്വാമിഭാവത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങയുടെ ഭൃത്യന്മാർക്ക് ഇങ്ങനെ ഒരു ശാപം വരാൻ പാടില്ലാത്തതാണ്. അവര് വൈകുണ്ഠ ലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഒരു പ്രവൃത്തി അവർക്കൊരു ശാപം കിട്ടി. ഹരിസ്മൃതിർനോ സ്തുതിനേ മധുസ്ഥാൻ എവിടെ എന്ത് ശാപം കിട്ടിക്കോട്ടെ ഭഗവാന്റെ സ്മൃതി ഇല്ലാത്ത ഒരു ജന്മം കിട്ടരുതേ എന്നാണ്. അങ്ങനെ അവര് അത് പ്രാർത്ഥിച്ചു എന്നാണ്. ഈ ശാപം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എവിടെയോ ശാപം എന്തോ കിട്ടിയോട്ടെ പക്ഷേ ആ ജന്മത്തിലും ഞങ്ങൾക്ക് ഭഗവാനെ സ്മൃതി ഉണ്ടായിരിക്കണേ എന്ന് ഇവര് പ്രാർത്ഥിച്ചു. തതേതാജ്ഞായ ഭവാൻ അവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരം സാർപ്പിതചാരുബാഹൂർ ആനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയ അവിടെ ആ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നത്? ലക്ഷ്മിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഖഗേശ്വരൻ അതാരാ? ഗരുഡൻ അല്ലേ? അങ്ങനെ ആ കൈയൊക്കെ ഭഗവാൻ ഗരുഡന്റെ പുറത്തൊക്കെ വെച്ചുകൊണ്ട് ആനന്ദമൂർത്തിയായിട്ടുള്ള അഭിരാമമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്നാണ് അവിടെ. പ്രസാദ്യ ഗർഭിസ്ത്വതൗ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ അങ്ങനെ ഈ വാക്കുകൾ കേട്ടു പെട്ടെന്ന് ഇവര്. ഗീർഭി പറഞ്ഞ വാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവധ വേറൊരു നാഥൻ ഞങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സനകാദികൾ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈ രണ്ട് പാർഷദന്മാരും തൗ അവരെന്ത് ചെയ്തു? സംരംഭയോഗേന ദേഷ്യത്തോടുകൂടെ ഇവർ അസുരന്മാരായി ജനിക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് അസുരബുദ്ധി എന്താണ്? കാമം ക്രോധമൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ അതിനാണ് പറഞ്ഞത് ഈ സംരംഭയോഗേന. അതൊരു യോഗമാണ്, ഒരു ചർച്ച, ഭഗവാനോട് ചേരാനുള്ള ഒരു മാർഗമാണ് ദേഷ്യം. അങ്ങനെയും ചേരാന്നാണ്. അപ്പൊ ഇവർക്ക് കിട്ടിയിട്ടുള്ള അങ്ങനെ ഒരു ജന്മമാണ് ദൈത്യജന്മാകുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭൂമിയിലേക്ക് പതിക്കട്ടെ എന്നൊരു ശാപം അവർക്ക് കിട്ടിയെന്നാണ്. ത്വദീയ ഭൃത്യാവധ കാശ്യപാത്തോ സുരാരി വീരാവുദിതൗ ദിതൗ ദൗ ദ്വൗ ഇവർ രണ്ടുപേരും താഴത്തേക്ക് പതിച്ചു. എങ്ങനെ? അങ്ങയുടെ ഭൃത്യന്മാരായത് കൊണ്ട് തന്നെ കശ്യപ മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള ദിതിയുടെ മക്കളായിട്ട് ജനിക്കാനാണ് ഇവർ. അസുര ജന്മത്തിലാണെങ്കിലും അവിടെയാണ് ജനിക്കാൻ ഇടയായത്. എങ്ങനെ ഇവർ ജനിച്ചത് വെച്ചാൽ സന്ധ്യാസമുത്പാദന കഷ്ടചേട്ടോ സന്ധ്യാസമയത്താണ് ഈ ദിതി ദേവി പോയി കശ്യപൻ യാഗമൊക്കെ ചെയ്ത് പൂജയും അഗ്നിഹോത്രമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓടിപ്പോയിട്ട് ഭർത്താവിനെ സമീപിക്കുകയാണ്. എനിക്ക് മക്കൾ വേണം, അങ്ങ് എന്തൊരു പക്ഷഭേദ കാണിക്കുന്നത്, അങ്ങക്കുള്ള മറ്റുള്ള ഭാര്യമാരിലൊക്കെ മക്കളുണ്ട്, എനിക്ക് മാത്രം മക്കളില്ലല്ലോ, അങ്ങ് എങ്ങനെ പക്ഷഭേദം കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് ചെല്ലുകയാണ്
ദേവി ഈ സന്ധ്യാസമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കശ്യപ മഹർഷിയുടെ ചേലത്തുമ്പിൽ പോയി പിടിച്ചു എന്നാണ്. അങ്ങനെ എനിക്ക് മക്കൾ വേണം എന്ന് നിർബന്ധം പിടിച്ച കാരണം കൊണ്ട് ആ സന്ധ്യാസമയത്താണ് ഇവരുടെ ജന്മം. അങ്ങനെ യജ്ഞം, അഗ്നിഹോത്രം അല്ലെങ്കിൽ യാഗകാര്യങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ടാണ് ദേവിയായിട്ട് പിന്നെ സമീപിക്കുന്നത് കശ്യപൻ. അപ്പം അതുകൊണ്ട് സന്ധ്യാസമയമാണ്, ഈ സമയത്ത് നമ്മളെ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്താലും ഇവിടെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ ഈ അസുര ജന്മങ്ങളായതുകൊണ്ട് അപ്പ ജനിക്കണം എന്നാണ് ഭഗവാന്റെ സങ്കല്പം. അങ്ങനെ ആ സന്ധ്യാസമയത്ത് ഉൽപാദനം നടന്നത് കൊണ്ട് തന്നെ അവര് യമൗച്ച ലോകസ്യ യമാവിവാന്യു അങ്ങനത്തെ ഒരു ജന്മങ്ങളായി തീർന്നു എന്നാണ് അസുരജന്മങ്ങൾ. അതിന് പൂർവജന്റെ പേരാണ് ഹിരണ്യപൂർവ കശിപു കിലൈക. ഹിരണ്യകശിപുവും പിന്നെ മറ്റവൻ പരോ ഹിരണ്യാക്ഷൻ, ഇങ്ങനെ രണ്ടുപേരുടെയും പേര്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഇവർ രണ്ടുപേരും ഉഭൗ ഭവന്നാഥമശേഷ ലോകം രുഷാന്യരുന്താം നിജവാസനാന്തോ. ഇവരിങ്ങനെ ഈ ലോകത്തിൽ കിടന്ന് പോരാടിക്കൊണ്ടിരുന്നു എന്നാണ്, പരാക്രമം കാണിച്ചുകൊണ്ട് ഓടി നടക്കാണ്. ഇങ്ങനെ അവരുടെ നിജവാസന, ജന്മനാളുള്ള വാസനയാണ്. ദൈത്യന്മാരിലെ അസുരന്മാരിലെ യുദ്ധക്കൊതി മൂത്ത പോലെയാണ് ഇവരുടെ ചേഷ്ടകളൊക്കെ എന്നാണ്. അങ്ങനെ തയോഹോ രണ്ടുപേരും ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരി. ആ രണ്ടുപേരിലെ ഒരാളായിട്ടുള്ള ഹിരണ്യാക്ഷൻ രണായ യുദ്ധത്തിനായിക്കൊണ്ട് ഒരു വൈരിയെ തെരഞ്ഞുകൊണ്ട് ഓടി നടന്നു യുദ്ധക്കൊതി പൂണ്ടുകൊണ്ട്. അങ്ങനെ ഭവത് പ്രിയാക്ഷുമാം അങ്ങയുടെ പ്രിയായിട്ടുള്ള ഭൂമി ദേവി സലിലേ നിമജ്ജ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ചചാര ഗർവാദ്വിനദൻ ഗതാവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭൂമിദേവി പത്നിയായിട്ടുള്ള ദേവിയെ സലീലത്തില് ജലത്തിൽ മുക്കിയെന്നാണ് കൊണ്ടായിട്ട്. എന്താ വെച്ചാൽ ഭഗവാനെ യുദ്ധത്തിന് വിളിക്കണമെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് വൈരി ഭാവം വരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഭൂമിദേവിയെ ഭാര്യയായിട്ടുള്ള ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിയെന്നാണ് ഹിരണ്യാക്ഷൻ. അങ്ങനെ ഗർവം കൊണ്ട് ചചാര സഞ്ചരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെ ഗതാവാൻ, അതായത് യുദ്ധക്കൊതി കൊണ്ട് ഗതയൊക്കെ കൈപിടിച്ച് യുദ്ധത്തിന് വിളിക്കുകയാണ്. അങ്ങനെ തതോ ജലേശാൽ സദൃശം ഭവന്തം. അങ്ങനെ ജലേശാത് പറഞ്ഞാൽ ജലേശൻ ആരാണ്? ജലത്തിന്റെ ഈശനാണ് വരുണദേവൻ. ആ വരുണദേവനോട് പോയിട്ട് യുദ്ധത്തിന് വാ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ പറയാണ് ഭവന്തം, ഞാൻ നിനക്ക് പറ്റിയ എതിരാളിയല്ല, നിനക്ക് പറ്റിയ എതിരാളി ഇവിടെ ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ. അതാരാണ്? ഭവന്തം, ഭഗവാനാണ്. ഇത് കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് ബഭ്രാമ ചുറ്റിത്തിരിഞ്ഞ് ഗവേഷയം സ്വാം ഗവേഷണം ചെയ്ത് എവിടെയാണ് ഭഗവാൻ ഇരിക്കണ പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ചുറ്റി നടന്നു നോക്കി. ഭക്തൈക ദൃശ്യസ കൃപാനിധിത്വം, അങ്ങനെ ഭക്തവത്സലനായിട്ടുള്ള അങ്ങയെ പ്രാപിച്ചു. അതായത് യുദ്ധത്തിനെ കൊണ്ടാണെങ്കിലും യുദ്ധക്കൊതി പൂണ്ടിട്ടുള്ള ഗുരുവായൂർ ഹിരണ്യാക്ഷൻ അങ്ങയെ സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ആ ദശകം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ കൃപാനിധിയായിട്ടുള്ള എല്ലാവരോടും യുദ്ധമാണ് വേണ്ട പറഞ്ഞാൽ അവർക്ക് യുദ്ധത്തെയും കൊടുക്കുന്നതാണ്. കൃപാനിധിയായിട്ടുള്ള അങ്ങയെ ത്വം അങ്ങ് നിരുന്തി രോഗാൻ മരുതാലയേശ, എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റണേ. വാതാലയേശ മരുതാലയേശ എന്നൊക്കെ പറഞ്ഞാൽ ഈ വാദപുരത്തിന് അധീശനായിട്ടുള്ള അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും, ഇവിടെ രോഗത്തിൽ കണക്കാക്കാം. കാമ ക്രോധ ലോഭ മോഹങ്ങളൊക്കെ രോഗങ്ങളാണ്. അപ്പം ഹിരണ്യാക്ഷനെ ബാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു രോഗമാണ്. അപ്പം അങ്ങനെ അങ്ങ് ഭക്തവത്സലനായിട്ടുള്ള അങ്ങയ്ക്ക് ഒരു ഭക്തന് എന്തൊക്കെ വേണം വേണ്ടാന്ന് അങ്ങയ്ക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള രോഗങ്ങളും പുറത്തുള്ള രോഗങ്ങളൊക്കെ മാറ്റണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നത്. ഇരുന്ധി എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കി തരൂ ഭഗവാനെ എന്ന് പറഞ്ഞ് ആശ്രയിക്കുകയാണ് ഇവിടെ ഭഗവാനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണാം നമുക്ക് ഭട്ടതിരിപ്പാട്. അപ്പോൾ നമ്മളുടെ രോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നാണ്, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ് അത്ര നമ്മുടെ അസുഖങ്ങളൊക്കെ. അതുകൊണ്ട് ആ രോഗങ്ങളൊക്കെ ആ മൂലകാരണം ഇല്ലാതാക്കിയാൽ പിന്നെ എല്ലാം ഇല്ലാതെയോ. മനസ്സെന്നൊന്നില്ലെങ്കിൽ നമുക്കൊരിവിടെ ഒരു അസുഖവും വരില്ല എന്നാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ദശകം ഭഗവാനിൽ സമർപ്പിക്കുന്നത്. നമുക്കും അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിൽ ഈ ദശകം സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.